താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എന്താണ് എത്രയാണ് അവർക്ക് ലഭിച്ച ഫണ്ട് എന്ന കാര്യം KPCC അധ്യക്ഷൻ വാർത്താസമ്മേളനം നടത്തി വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന തുക അല്പം കുറവാണ്. 5,38,00,000 രൂപയാണ് അവർക്ക് ലഭിച്ചത് എന്നതാണ് പറയുന്നത്. അത് വസ്തു വാങ്ങി അത് തീർന്നിട്ടുണ്ട്. ഇനി വീട് വെക്കണമെങ്കിൽ പൈസ വേണം, പക്ഷേ അതിന് ഇനി പണപ്പെരുവ് ഉണ്ടാകില്ല. KPCCയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും അതിനുള്ള പണം തരും, അങ്ങനെ കണ്ടെത്തും. പിന്നീട് ആർക്കെങ്കിലും പണം നൽകണമെങ്കിൽ നൽകാം. ആ രീതിയിൽ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് കോൺഗ്രസ് പറയുമ്പോൾ നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ടതുണ്ടോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഫണ്ട് മുക്കിയതാണ് രേണുകയെ. ഇത് ആർക്കാണ് അറിയാത്തത്? ഈ ശ്രീകുമാർ ഒരു സ്വതന്ത്ര മാധ്യമ നിരീക്ഷകനൊക്കെ ആയിട്ടാണ് കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട അദ്ദേഹത്തോട് അദ്ദേഹം എന്ത് യാത്രികനായാലും ഇത്തരം ചർച്ചയിൽ വരുമ്പോൾ നമ്മളെല്ലാം പാലിക്കേണ്ട മര്യാദയും മനുഷ്യത്വവുമുണ്ട്. ഇത് 2024 ജൂൺ 31 വയനാട്ടിലെ ചൂരന്മലയിലും മുണ്ടക്കയിലും ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ മനുഷ്യരുടെ ശവശരീരങ്ങൾ ചിന്നിച്ചിതറിയ മനുഷ്യാവയവങ്ങൾ കാണിച്ച് പിരിച്ചെടുത്ത പണമാണ്. ആ പണം 5,38,00,000 ഉണ്ടായിരുന്നു എന്ന് സണ്ണി ജോസഫ് പത്രസമ്മേളനം നടത്തിയാൽ ഞങ്ങൾ ആരും, ഈ കേരളത്തിലെ ബുദ്ധിയുള്ള സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ശ്രീകുമാറിന് കേൾക്കണമോ? 54 കോടിയിലേറെ ഇതാ ഞങ്ങളുടെ ആപ്പ് വഴിയുള്ള ധനസമാഹരണം എത്തി എന്ന് ഈ സ്ക്രീൻഷോട്ടിനെടുത്ത് ഇവിടുത്തെ കോൺഗ്രസുകാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചതാണ്. നമ്മളെല്ലാം അത് കണ്ടവരാണ്. ഇവിടെ എന്താണ് വെറുതെ അജ്ഞത സൃഷ്ടിച്ച് അവിടുത്തെ 178 വീട്ടിലെ പ്ലംബിംഗ് പണി തീർന്നോ എന്നൊക്കെ ചോദിക്കുന്ന അയുക്തികതയും മനുഷ്യരാഹിത്യവും തീർച്ചയായിട്ടും കേരളീയ സമൂഹം ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ 5,38,00,000 ഇപ്പൊ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ 150 കോടിയിലേറെ പിരിച്ചതായിട്ട് വിവരങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ വന്നിരുന്നു. അത്തരം വിവരങ്ങൾ എന്നിട്ട് പണം എവിടെ എന്ന ചോദ്യം വന്നപ്പോഴാണ് ശ്രീകുമാർ ശ്രദ്ധിക്കണം, പാലക്കാട്ടെ കോൺഗ്രസിലെ ചില നേതാക്കൾ വളരെ ശക്തമായി പണം മുക്കിയതായുള്ള ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ മുക്കിയതായുള്ള ആരോപണം ഉന്നയിക്കുകയും അതിൽ മിസ്റ്റർ ശ്രീകണ്ഠൻ ഉണ്ടല്ലോ, പാലക്കാട്ടെ MP കൂടിയായിട്ടുള്ള ശ്രീകണ്ഠൻ ഈ പണസമാഹരണവുമായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകൾ നടന്നതായിട്ട് പറയുകയും എന്താണ് സംസാരിക്കാൻ പറ്റുന്നതല്ലോ ഇതിന് പാനലിലുള്ള ആരോ ഇരിക്കുന്നിടത്തുണ്ടാകുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. സഹകരിക്കുക. ശ്രീ കെ ടി, തുടരാം. ശരി, അതിഥികളിലേക്ക് വരാം. എന്തോ സാങ്കേതിക പ്രശ്നമാണ്. എന്തായാലും വിഷയത്തിലേക്ക് വരാം. പറഞ്ഞോളൂ. പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ പല ഘടകങ്ങളും പണം മുക്കിയതായിട്ടുള്ള ആരോപണം ഉയർന്നു. അങ്ങനെ ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ചിലർക്കെതിരായ നടപടിയെടുത്തതായിട്ട് ശ്രീകണ്ഠൻ ഉണ്ടല്ലോ, അവിടുത്തെ MP, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം വരെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന കാര്യമാണ്. എന്നിട്ടിപ്പോൾ യാതൊരു മനുഷ്യത്വവും മനസാക്ഷിക്കുത്തും ഇല്ലാതെ പറയുകയാണ് ഈ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത പണം അത്രയല്ലേ ഉള്ളൂ, ഇത് വെറുതെ ആരോപിക്കുന്നതല്ലേ, നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ. 5.38 കോടി രൂപ മാത്രമേ KPCC എന്ന പ്രസ്ഥാനത്തിന് പിരിച്ചെടുക്കാൻ കഴിയൂ. നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളുടെ സംഭാവനയുണ്ടാകും എന്നാ പറഞ്ഞത്. അത് മാത്രമാണോ? പ്രവാസി സംഘടനകൾ ഞങ്ങൾക്ക് സംഭാവന നൽകുമെന്നാ പറഞ്ഞത്. കോൺഗ്രസിന്റെ MP-മാർ, MLA-മാര്, മറ്റ് ജനപ്രതിനിധികള്, അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് സംഭാവന ചെയ്യും. KPST എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അധ്യാപക സംഘടന തന്നെ 1 കോടിയോളം രൂപ നൽകുമെന്ന് അവകാശവാദം ഉണ്ടായിരുന്നു. ഈ പണമെല്ലാം എങ്ങോട്ട് പോയി? നിങ്ങളുടെ സ്രോതസ്സുകളെ കുറിച്ച് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ആപ്പ് എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ മുക്കിയത്? ഫണ്ട് മാത്രമല്ലല്ലോ, നിങ്ങൾ ആപ്പ് മുക്കിയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്? അപ്പൊ തട്ടിപ്പുണ്ട്, ധനാപഹരണമുണ്ട്, പാവപ്പെട്ട ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത പണം നിങ്ങൾ കവർന്നിട്ടുണ്ട്. അതിന് കേരള സമൂഹത്തോട് ഉത്തരം പറയാതെ ഞാമിഞ്ഞ പറയരുത്. അവിടെ 128 വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? കൽപ്പറ്റ നഗരത്തിലാണ്. സെന്റിന് എത്രയാ റിയൽ എസ്റ്റേറ്റ് വാല്യൂ അവിടുത്തെ ഭൂമിക്ക്? 7 സെന്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റില് വീണ് പണിത് ആളുകൾക്ക് കൊടുത്തിരിക്കുക. അവിടെ പണിയൊക്കെ പൂർത്തീകരിക്കാനുണ്ടാകും, പ്ലംബിങ്ങിന്റെയും ഒക്കെ വയറിങ്ങിന്റെ ഒക്കെ പണിയുണ്ടാകും. അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പിരിച്ചവണം ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചവണം മുക്കിയിരിക്കുന്നു. ആ കാര്യമാണ് കേരള സമൂഹം ചർച്ച ചെയ്തത്. അതിന് ഉത്തരം പറയാതെ ഞാമിഞ്ഞ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു നിരീക്ഷകനും ഒരു സഹയാത്രികനും സാധ്യമല്ല. തീർച്ചയായും ശ്രീ നോബൽ, ഞാൻ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.